ഈ ആകാശയാത്രകളിലെ അവസാന വാക്ക് എന്ന് തന്നെ ബോയിങ് കമ്പനിയെ നമുക്ക് പറയാൻ സാധിക്കും. ലോകത്ത് തന്നെ ഏറ്റവും വിശ്വസനീയമായ ആകാശയാത്രകൾ സാധ്യമാക്കുന്നത് ഈ വിമാന കമ്പനിയാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നത് പ്രധാനപ്പെട്ടതാവുന്നത്. ബോയിങ് വിമാന മാർഗം മാത്രമല്ല, റോക്കറ്റ് നിർമ്മാണ മേഖലയിലുമൊക്കെ കൃത്യമായ ഇടം നേടിയിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അപകടത്തിൻ്റെ കാരണം അത് മാനുഷികമായ പിഴവ് ആണോ, അതിനപ്പുറത്ത് സാങ്കേതിക തകരാറാണോ എന്നതിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. കിരൺ, ഈ വാർത്തയും വിശദാംശങ്ങളിലേക്കുമൊക്കെ വരാം. ഒപ്പം ഇതിനിടെ ഈ വിമാന അപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ സഹോദരങ്ങൾ വൈകിട്ട് ഗുജറാത്തിലേക്ക് പോകുന്നുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ നിരവധി പേർ പുല്ലാട്ടെ വസതിയിൽ എത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. DNA പരിശോധനയുടെ ഫലം വരാൻ 72 മണിക്കൂർ വേണ്ടിവരും എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. ഏറ്റവും വേദനാകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടം. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള രഞ്ജിതയുടെ വിയോഗം തീർച്ചയായിട്ടും ഈ നാടിൻ്റെ അപാര ദുഃഖമാണ്. പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് ഈ മാസം 28-ന് നടത്താൻ തീരുമാനം എടുത്താണ് രഞ്ജിത കുട്ടികളോട് യാത്ര പറഞ്ഞ് മടങ്ങിയത്. മക്കളുടെ ആഗ്രഹം പോലെ ഓണക്കാലം മുതൽ നാട്ടിൽ ഉണ്ടാകുമെന്ന ഉറപ്പും നൽകിയിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുന്നതിനിടെയാണ് വിമാന അപകടം രഞ്ജിതയുടെ ജീവൻ കവർന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ആണ് ചേരുന്നത്. ശ്രീജിത്ത്, നേരത്തെ ശ്രീജിത്ത് തന്നെ നൽകിയ റിപ്പോർട്ടിൽ ആ സ്വപ്നഭവനത്തിൻ്റെ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അതിലേക്ക് വരുന്നതിന് മുമ്പ് നിലവിൽ ഈ വീട്ടുകാരുമായി ഉള്ള ആശയവിനിമയത്തിൽ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ചില മൃതദേഹങ്ങളൊക്കെ DNA പരിശോധന ഇല്ലാതെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നും അത് ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുന്ന നടപടികൾ ആരംഭിച്ചു എന്നുമാണ് അഹമ്മദാബാദിൽ നിന്നുള്ള വിവരം. രഞ്ജിതയുടെ മൃതദേഹം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചറിയാവുന്ന പശ്ചാത്തലമുണ്ടോ? DNA പരിശോധന മാത്രമാണോ മാർഗം? അത്തരം കമ്മ്യൂണിക്കേഷൻ ഈ കുടുംബവുമായി ലഭിക്കുന്നുണ്ടോ? ഇക്കാര്യങ്ങൾ നമ്മൾ ആരോഗ്യമന്ത്രിയോടും ഒപ്പം തന്നെ സ്ഥലം MP ആന്റോ ആന്റണിയോടും ചോദിച്ചിരുന്നു. പ്രത്യേകിച്ച് അവരാണ് ഈ സർക്കാർ വൃത്തങ്ങളുമായൊക്കെ ആശയവിനിമയം നടത്തിയത്. അല്പസമയം മുമ്പ് രഞ്ജിതയുടെ കുടുംബത്തോട് ആന്റോ ആന്റണി MP ഫോണിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി തന്നെ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇവർക്ക് ഇത്തരമൊരു ധാരണയില്ല. അതായത് ഈ രഞ്ജിതയുടെ മൃതദേഹത്തിന്റെ അവസ്ഥ എന്ത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന് തന്നെയാണ് അല്പസമയം മുമ്പ് ആന്റോ ആന്റണിയും വ്യക്തമാക്കിയത്. എന്തായാലും അതുകൊണ്ട് തന്നെ കുടുംബം അവിടെ എത്തി അവിടെ ഒരു തിരിച്ചറിയൽ നടത്തേണ്ടതുണ്ട്. അതിൽ നിന്ന് ബോധ്യപ്പെട്ടാൽ ഒരുപക്ഷെ DNA പരിശോധനയ്ക്ക് മുൻപ് തന്നെ മൃതദേഹം കൊടുക്കും. അതിന് മുന്നോടിയായി തന്നെ ഇവിടെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ചില കത്തുകളും മറ്റുമായി വേണം ഇവർ പോകാൻ. പലതരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇവിടെ പൂർത്തിയാക്കാനുണ്ട്. ഇതെല്ലാം പൂർത്തിയാക്കി ഇന്ന് ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടി അഹമ്മദാബാദിലേക്ക് പോകും. രഞ്ജിതയുടെ ഒരു സഹോദരനും മറ്റൊരു ബന്ധുവുമാണ് അവിടേക്ക് പോകുക. അവിടെ എത്തിയാൽ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് രഞ്ജിതയുടെ കുടുംബത്തിന് വ്യോമയാന മന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി അറിയേണ്ടത് അവിടെ എത്തിയ ശേഷമുള്ള കാര്യങ്ങളാണ്. ഈ DNA പരിശോധന വേണ്ടി വന്നാൽ അതിന് ഒരുപക്ഷെ കൂടുതൽ സമയം എടുക്കേണ്ടി വരും എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി തന്നെ വീണ ജോർജ് തന്നെ ചൂണ്ടിക്കാണിച്ചത്. 72 മണിക്കൂർ വരെയെങ്കിലും വേണ്ടി വരും എന്നുള്ളതാണ് ഇവരുമായി ബന്ധപ്പെട്ട്. ഇതിനായി അഹമ്മദാബാദിൽ ഒരു നോഡൽ ഓഫീസറെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ നോഡൽ ഓഫീസർ ഒരു IAS ഉദ്യോഗസ്ഥനാണ്. ഈ ഉദ്യോഗസ്ഥരുമായി പത്തനംതിട്ട ജില്ലാ കളക്ടർ ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അങ്ങനെയാണുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാത്രി അവിടെ എത്തിയ ശേഷം വിമാനമാർഗം മുംബൈ, അതിനുശേഷം അഹമ്മദാബാദ്, അങ്ങനെയാണ് യാത്ര പോകുക. രാത്രി അവിടെ എത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത ഉണ്ടാകുക. മൃതദേഹം തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ഒരുപക്ഷെ നാളെ തന്നെ മൃതദേഹം കൊണ്ടുവന്നേക്കും. പക്ഷെ അല്ല എങ്കിൽ അത് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ ഒരു അനിശ്ചിതത്വം ഇപ്പോൾ തുടരുകയാണ്. തീർച്ചയായും. ഒപ്പം നേരത്തെ സൂചിപ്പിച്ച റിപ്പോർട്ട് കൂടി പരാമർശിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ അപകടത്തിൽ മരണപ്പെട്ട മലയാളി, അത് കേരളത്തിൻ്റെ മൊത്തം നൊമ്പരമായി മാറുന്നുണ്ട്. രഞ്ജിതയുടെ കുടുംബ പശ്ചാത്തലം, അത് പ്രതിസന്ധികളിൽ നിന്ന് അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി, ഒരു പക്ഷേ കൂടുതൽ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി ആയിരുന്നു ഒരുപാട് സ്വപ്നങ്ങളോടെ രഞ്ജിത യാത്ര തിരിച്ചത്. ആ ഒരു പശ്ചാത്തലത്തെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ശ്രീജിത്ത്?
അഭിലാഷ്, അവിടെ നിന്ന് വീട്ടിൽ നിന്നൊക്കെ നമ്മൾ ബന്ധുക്കളോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന രഞ്ജിത ഒറ്റയ്ക്കൊരു ഫൈറ്റർ ആയിരുന്നു എന്ന് തന്നെയാണ്. ഈ കുടുംബത്തെ അങ്ങനെ കൊണ്ടുപോകാൻ രഞ്ജിത ശ്രമിച്ചിരുന്നു. ഈ മസ്കറ്റിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. ഏതാണ്ട് 9 വർഷത്തോളം അവിടെ നേഴ്സായി ജോലി ചെയ്തു. അതിനിടെ ഈ സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട ജോലിയുണ്ട്. ആ ജോലിയുടെ അവധി പുതുക്കുന്നതിന് വേണ്ടിയാണ് നാട്ടിലെത്തിയത്. അതിൽ ചില രേഖകളിൽ മറ്റും ഒപ്പിടാൻ വേണ്ടി വന്നതാണ് ഇത്തവണ വീണ്ടും. 1 മാസം മുമ്പ് വന്നിരുന്നു. അതിനുശേഷം വീണ്ടും വന്നത് ചില പേപ്പറുകൾ വിട്ടുപോയി, സെൽഫ് അറ്റസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളിൽ ഒപ്പില്ലാത്തത് കൊണ്ടാണ് രഞ്ജിത വീണ്ടും വരേണ്ടി വന്നത്. മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് രഞ്ജിതയ്ക്ക് നാട്ടിൽ നിൽക്കണമെന്ന ആഗ്രഹമുണ്ട്. കുട്ടികൾ കാര്യമായി സ്നേഹത്തോടെ വാശി പിടിക്കുന്നുണ്ട് അമ്മ നാട്ടിൽ തന്നെ വേണമെന്ന്. അതിനുള്ള ചില ഉറപ്പുകളൊക്കെ കൊടുത്തു. അടുത്ത ഓണക്കാലം മുതലെങ്കിലും മടങ്ങിയെത്താമെന്നൊക്കെ ഉറപ്പ് കൊടുത്തു. രഞ്ജിതയുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു. സർക്കാർ ജോലി ഉപേക്ഷിക്കാൻ രഞ്ജിത തയ്യാറായിട്ടില്ല. അവധി കഴിഞ്ഞ് വീണ്ടും അവധി പുതുക്കിയത് അതുകൊണ്ട് തന്നെയാണ്. കോഴഞ്ചേരിയിലാകുമ്പോൾ വീട്ടിൽ നിന്ന് പോയി വരാൻ കഴിയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഈ വീടുണ്ടാക്കുക, ഒരു പഴയ ഓടിട്ട വീടാണ് രഞ്ജിതയ്ക്കുള്ളത്. തൊട്ടിപ്പുറത്ത് പുതിയ വീട് വെച്ച് അതിൻ്റെ തേപ്പ് പണി വരെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ടൈലിംഗ് പണികളൊക്കെ നടത്തേണ്ടതുണ്ട്. എന്തായാലും ഈ അമ്മയും മക്കളും ഈ ഒരു മഴക്കാലത്ത് ഒരുപാട് ഈ പഴയ വീട്ടിൽ കഴിയുന്നതിനപ്പുറത്തേക്ക് വളരെ വേഗത്തിൽ തന്നെ ടൈല് ജോലികൾ പൂർത്തിയാക്കിയാൽ ഈ വീട്ടിലേക്ക് താമസം മാറാം. നിങ്ങൾ ഒരു ചടങ്ങ് എന്ന നിലയിൽ ഈ മാസം 28-ന് പാലുകാച്ചൽ ചടങ്ങ് നടത്തിക്കോളൂ എന്ന് രഞ്ജിത പറഞ്ഞിരുന്നു. ഓണത്തിനോ ഒക്കെ എത്താമെന്നൊക്കെയുള്ള ഉറപ്പ് കൊടുത്തിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അത്യന്തം ദാരുണമാണ് അഭിലാഷ്, വേദനാജനകമാണ്. പ്രത്യേകിച്ച് മോളാണ് ഏറ്റവും കൂടുതൽ വേദനയോടെ പൊട്ടിക്കരയുന്നത്. ഓരോരുത്തരെത്തുമ്പോൾ, ഇപ്പോൾ ആരോഗ്യമന്ത്രി എത്തിയപ്പോഴും ഇന്നലെ സുരേഷ് ഗോപി എത്തിയപ്പോഴും ഓരോരുത്തരും എത്തുമ്പോൾ വളരെ വേദനയോടുകൂടി പൊട്ടിക്കരയുന്ന ഒരു കുഞ്ഞുമകൾ, 7ാം ക്ലാസ്സുകാരിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിലും ദുരന്തപൂർണമായ മറ്റൊരു സാഹചര്യം, രഞ്ജിതയുടെ അമ്മയാണ് പിന്നെ വീട്ടിലുള്ളത്. അച്ഛൻ മരിച്ചുപോയി, അമ്മയ്ക്ക് ക്യാൻസർ ബാധിതയാണ്. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമാണ്. ഈ മൂത്ത മകൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അത്രത്തോളം കുറച്ച് ബുദ്ധിമുട്ടേറിയ സാഹചര്യമായിരുന്നു. പക്ഷേ ഈ ബുദ്ധിമുട്ടേറിയ കുടുംബത്തെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രഞ്ജിതയായിരുന്നു ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ആ പിടിയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അതാണ്, ഒരു കുടുംബത്തിൻ്റെ ആശ്രയം ആയിരുന്നു രഞ്ജിത. ആ ആശ്രയമാണ് ഇല്ലാതായത്. ആ നൊമ്പരത്തിൽ എല്ലാവരും പങ്കാളികളാകുമ്പോൾ ആയിരുന്നു വളരെ ഹീനമായൊരു വാർത്ത കൂടി പുറത്തു വന്നത്. ഈ രഞ്ജിതയെ അപമാനിക്കുന്ന തരത്തിൽ ഫേസ്ബുക്കിലൂടെ ഡെപ്യൂട്ടി തഹസിൽദാർ പോസ്റ്റ് ചെയ്തു പ്രതികരിച്ചു എന്നുള്ളത്.